ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ കാരണം ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിനും ഉണ്ടാക്കാൻ വേണ്ടി കഴിയാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു. കാരണം തുടർച്ചയുണ്ടായി. അടുത്ത തുടർച്ച കേവല ദാരിദ്ര്യം തന്നെ അവസാനിക്കുന്ന നിലയിലേക്കുള്ള തുടർച്ചയാണ്. അടുത്ത തുടർച്ച ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടർച്ചയാണ്. അടുത്ത തുടർച്ച വൈജ്ഞാനിക സമൂഹം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ജനസാമാന്യത്തെ വികസിത രാജ്യങ്ങൾക്ക് സമാനമാക്കി, ജീവിത നിലവാരത്തിന് സമാനമാക്കി ഉയർത്തുക എന്ന തുടർച്ചയാണ് അടുത്ത തുടർച്ച. അതുകൊണ്ട് തുടർച്ച ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അനുഭവത്തിൽ അത് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ LDF സർക്കാരിന് തുടർച്ച വേണം എന്ന് ജനം തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം കണ്ണൂർ ജില്ലയിലും തീർച്ചയായും ഉണ്ടാകും. എന്നാൽ വികസനത്തെയും ക്ഷേമത്തെയും വിലയിരുത്തി വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നുണപ്രചരണത്തിലാണ് UDF ആശ്രയിച്ചിരിക്കുന്നത്. നുണയല്ലാതെ സത്യമൊന്നും അവർക്ക് പറയാനില്ല. പ്രതിപക്ഷ നേതാവ് മുതൽ താഴോട്ടേക്കുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഓരോ ദിവസവും നുണ പറയുന്നതിന് വേണ്ടി കോട്ട നിശ്ചയിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഇത്ര നുണ പറയണമെന്ന് കോട്ടയാണ്. ആ കോട്ടയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നുണ പറയുന്നതിന്റെ പ്രതിഫലനം കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. അതാണ് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ അവിടെയുള്ള ഒരു സഹകരണ സ്ഥാപനത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിക്കുന്നുവെന്ന നുണ വാർത്ത നിങ്ങളെല്ലാവരും കൊടുത്തു. അവിടെ പോലീസ് പോയി, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോയി റെയ്ഡ് നടത്തി ആ മഹസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ മഹസർ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലുള്ള ഒരു കാര്യവും കണ്ടെത്താനായില്ല. വ്യാജ സോഴ്സ് റിപ്പോർട്ടിന്റെ, വിശ്വാസയോഗ്യമായ സോഴ്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡ് എന്നാണ് മഹസർ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ വിശ്വാസയോഗ്യമായ സോഴ്സ് ഏതാണ്? ആ സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത്ര റെയ്ഡ് നടത്തിയത്. അവിടെ ഒന്നും കണ്ടെത്താനായില്ല എന്ന് റെയ്ഡ് നടത്തിയ സംഘം എഴുതി കൊടുത്തിട്ടുണ്ട്. മഹസർ റിപ്പോർട്ടിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം? ഇപ്പൊ CPIM നിന്ന് പുറത്തു പോയിട്ടുള്ള TK ഗോവിന്ദൻ, അദ്ദേഹം UDF നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയായത്. എന്താ അദ്ദേഹം ചെയ്തത്? തന്നെ സ്ഥാനാർത്ഥിയാക്കിയ CPM സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വലിയ പരിശ്രമം അദ്ദേഹം നടത്തി. അതാവാത്തപ്പോ കുറ്റം പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. തന്നെ സ്ഥാനാർത്ഥിയാക്കിയ തളിപ്പറമ്പ് മണ്ഡലം പിടിച്ച് കയ്യിൽ തരാം, അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമാകെ തന്റെ കൂടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗത്ത് വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും പോകുന്ന നിങ്ങൾ കണ്ടോ? കണ്ടു. ചോറ് കൊടുക്കുന്ന ഭാര്യ കൂടെ പോയി. ഇതെന്റെ പ്രയോഗമല്ല കേട്ടോ, ഞാനങ്ങനെ പറയില്ല. ഞാനങ്ങനെ ഒരു ഭാഷ പ്രയോഗിക്കില്ല. പക്ഷെ ഓറാണല്ലപ്പ എനിക്ക് ചോറ് തരുന്നത് എന്ന് പറഞ്ഞത് ആ ഭാര്യയാണ്. അപ്പൊ ചോറ് കൊടുക്കുന്ന ഭാര്യ പുറത്തുപോയി, കൂടെ പോയി എന്നല്ലാതെ മറ്റാരെങ്കിലും ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വർഗവഞ്ചകന്റെ കൂടെ, TK ഗോവിന്ദൻ എന്ന് പറയുന്ന ചതിയന്റെ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടോ? ആരും പോയിട്ടില്ല.
അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി ഇത് പറഞ്ഞ് കബളിപ്പിച്ചതാണെന്ന് മനസ്സിലായി. അതിന്റെ ഫലമായി സംഭവിച്ചെന്താ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയിട്ട് കോൺഗ്രസിനെ ഭാഗമായിട്ട് മാറി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കല്ലേ ചെയ്ത്. കോൺഗ്രസിന്റെ KPCC മെമ്പർ അദ്ദേഹമാണ് ഇപ്പോൾ റബലായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം. റബലായിട്ട് അവിടെ മത്സരിക്കല്ലേ. അപ്പോ കോൺഗ്രസിനെ തന്നെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് തനിക്ക് CPM-മായി എല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് UDF-നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി വീണ്ടും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നു, ഇവിടെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ പരാതികൾ, ആ പരാതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നുണ സൃഷ്ടിച്ചെടുക്കാം, പാർട്ടിക്കെതിരായി ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാം എന്ന് ധരിച്ചുകൊണ്ട് കുതന്ത്രം നടത്തി ഇടപെടുകയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ, അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ പരാതി കൊടുക്കുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു. അങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് ഒരു പൊതുബോധം പാർട്ടിക്കെതിരായി സൃഷ്ടിച്ചു കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം കരുതുന്നത്. UDF-ന്റെ നേതൃത്വത്തെയും പലതും പറഞ്ഞ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് പാർട്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പുറത്ത് നുണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് പാർട്ടിക്കെതിരായിട്ട് ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് TK ഗോവിന്ദൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ പാർട്ടിക്കെതിരായി വല്ലാതെ നുണ പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കേണ്ട ഒരു പണി TK ഗോവിന്ദൻ എടുക്കണ്ട. അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചാൽ അതിന്റെ മുന്നിൽ ചൂളിപ്പോകുന്ന പാർട്ടിയല്ല തളിപ്പറമ്പിലെ പാർട്ടി എന്ന് മനസ്സിലാക്കുക. ഒന്നിന്റെ മുന്നിൽ ചൂളിപ്പോയിട്ടുള്ള അനുഭവം, ചരിത്രം, പൈതൃകം തളിപ്പറമ്പിലെ പാർട്ടിയുടെ മുന്നിൽ ഇല്ല. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണല്ലോ പാടിക്കുന്ന്. പാടിക്കുന്ന് സഖാക്കളോട് അവരെ കള്ള ജാമ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിറതോക്കിന്റെ മുന്നിൽ ഗൺ പോയിന്റിലാണ് ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ്. കോൺഗ്രസിന് സിന്ദാബാദ് വിളിക്കാനും പറഞ്ഞു. പാടിക്കുന്ന രക്തസാക്ഷികള് അത്യുച്ചത്തില് ഗൺ പോയിന്റിന്റെ മുന്നിൽ വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നായിരുന്നു. അവരെയാണ് വെടിവെച്ച് കൊന്നത്. കീഴടങ്ങിയവരല്ല തളിപ്പറമ്പ് മണ്ഡലത്തിലെ രക്തസാക്ഷികൾ. മൊറാഴി എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് കർഷക സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു ഘട്ടം. ഇപ്പോ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കുളച്ചേരിയിലാണല്ലോ ഈ കേരളത്തിന്റെ വലിയ മുന്നേറ്റത്തിന് അടിത്തറവാകിയിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ വലിയ പ്രതിധ്വനി ഉണ്ടാക്കിയിട്ടുള്ള കർഷക പ്രസ്ഥാനത്തിന്റെ തുടർച്ച, രൂപീകരണം, കർഷക സംഘം രൂപീകരിച്ച അവിടെയാണല്ലോ. ആ കൊളച്ചേരിയിൽ കർഷക സംഘം രൂപീകരിച്ചതിന് ശേഷം പിന്നീടാണ് ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള ഉജ്ജ്വലമായ സമരങ്ങൾ ഉയർന്നു വന്നത്. ആ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നായിരുന്നു മൊറാഴ സംഭവം. എന്താ മൊറാഴ സംഭവം? അതും കീഴടങ്ങിയ പാരമ്പര്യമുള്ള സംഭവമായിരുന്നില്ല. പ്രകടനം നടത്താൻ വേണ്ടി വിടില്ല എന്ന് നിർദ്ദേശം വന്നപ്പോൾ ജനങ്ങൾ സകല തിട്ടൂരത്തെയും മറികടന്നുകൊണ്ട് മുന്നേറി. അതായിരുന്നല്ലോ മൊറാഴ. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ. ഇപ്പൊ കണ്ടക്കൈ സമരം, കൊളച്ചേരി, ഈ പാടിക്കുന്ന്, മൊറാഴ, ഇതൊന്നും കേവലമായിട്ടുള്ള സ്ഥലനാമങ്ങളല്ല, രക്തത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വീരേതിഹാസങ്ങളാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മണ്ണിൽ വന്നിട്ട്
ടി കെ ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ച് എതിരാളിയുടെ പാളയത്തിൽ ചാടി അവിടുന്ന് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് വന്ന് വല്ലാതെ പാർട്ടിക്കെതിരായിട്ട് വരേണ്ട. ഇത് അങ്ങേയറ്റ പ്രകോപനം ഉണ്ടാക്കുന്ന സമീപനാണ്. അതുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വേണ്ടി ടി കെ ഗോവിന്ദൻ വരണ്ട. ഇമാതിരി നുണപ്രചരണത്തിന് മുന്നിലൊന്നും കീഴടങ്ങുന്ന മണ്ണല്ല കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും മണ്ണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നുണപ്രചരണം ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കുക. തളിപ്പറമ്പിൽ UDF യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം UDF അകത്ത് തന്നെ കുഴപ്പമാണ്. ഈ ടി കെ ഗോവിന്ദനെ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാക്കി നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നുണയിൽ അഭിരമിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ നുണപ്രചരണം നടത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സമാനമായ സംഭവമാണ് പയ്യന്നൂരിലും ഉണ്ടായിട്ടുള്ളത്. എന്താ പയ്യന്നൂരിലെ UDF സ്ഥാനാർത്ഥി നിങ്ങളോടൊക്കെ പറഞ്ഞത്? പാർട്ടിയെ തിരുത്തിക്കാൻ വേണ്ടി താൻ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. പാർട്ടിയെ തിരുത്തിക്കാൻ വേണ്ടി രംഗത്ത് വന്നയാള് രാഹുൽ ഗാന്ധിയുടെയും സുധാകരന്റെയും കാല് പോയി പിടിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ കേന്ദ്രത്തിൽ വന്നിട്ട് കാല് പിടിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? പാർട്ടിയെ തിരുത്തിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. അവിടെ പാർട്ടി ഓഫീസും മറ്റും ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കിന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ ഇദ്ദേഹം പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വന്നത്. ആ കണക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനക്കണക്ക് പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കണക്കല്ല. അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന കണക്കല്ല. അതുകൊണ്ട് പാർട്ടിയെ കണക്ക് അംഗീകരിച്ചിട്ടില്ല. ആ കണക്കിന്റെ പേര് പറഞ്ഞിട്ട് രംഗത്ത് വന്നതാണല്ലോ. വി കുഞ്ഞികൃഷ്ണന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കിട്ടുന്ന പണം എവിടുന്ന? ഞങ്ങളറിവിൽ അദ്ദേഹം ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കാശ് ശേഖരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അവിടെ UDF കോൺഗ്രസിന്റെ പ്രവർത്തകർ അങ്ങനെ ഒരു പണപ്പിരിവും നടത്തുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ നല്ലോണം പണം ചെലവഴിച്ചുകൊണ്ട് പ്രചരണവും മറ്റും നടത്തുന്നുണ്ട്. എവിടുന്ന പണം? ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത് വയനാടിന് വേണ്ടി പിരിച്ച പണമാണ്. അവിടെ ഇപ്പോഴും മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ആ മൃതശരീരങ്ങൾ എവിടെയാണെന്ന് അറിയില്ല. അത്രയും ഭീകരമായിട്ടുള്ള ദുരന്തമായിരുന്നല്ലോ വയനാട് ദുരന്തം. ആ ദുരന്തത്തിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സഹായം നൽകണമെന്ന് പറഞ്ഞു. സഹായം നൽകണമെന്ന് പറഞ്ഞപ്പോൾ 2 3 കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിന് സഹായം കൊടുത്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ചെന്നിത്തല ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ കോൺഗ്രസ്സുകാരും ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. KPCC ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ആ ഫണ്ടിലേക്കാണ് കോൺഗ്രസ്സുകാർ ഫണ്ട് നൽകേണ്ടത്. ഇത് 3-4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാർ നാട്ടിൽ പറയുന്നത് എന്താ? വയനാട്ടില് ടൗൺഷിപ്പ് ഉണ്ടാക്കിയ ഫണ്ട് തങ്ങളുടെ കൂടി ഫണ്ടാണ്. VD സതീശനും ചെന്നിത്തലയും കൊടുത്തിട്ടുണ്ടാവും. കാരണം തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടാവും. വേറെ എത്രയാൾ കൊടുത്തു നിങ്ങളൊന്ന് പരിശോധിക്കും. 4 ദിവസം കഴിയുന്നതിന് മുമ്പ് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞ ഞങ്ങൾ ഫണ്ട് ശേഖരിക്കുന്നുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ഈ ഫണ്ടിൽ കൊടുക്കരുത്. അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ തുകയിൽ കോൺഗ്രസിന്റെ ഫണ്ടില്ല. അതിന്റെ പിതൃത്വം അവകാശപ്പെടുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. ഞങ്ങളൊക്കെ പിരിച്ചാണ്, ഞങ്ങളുടെയൊക്കെ ഫണ്ടാണെന്ന്. അതിൽ കോൺഗ്രസിന്റെ ഫണ്ടില്ല. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസിന്റെ ഫണ്ട് അതിലില്ല. കോൺഗ്രസ് സ്വന്തം നിലയിൽ പിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ DYFI ഒരു യുവജന സംഘടന മാത്രമാണ്. ആ യുവജന സംഘടന
ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാതെ ബിരിയാണി ചാലഞ്ച് നടത്തിയും ആക്രി പെറുക്കി വിറ്റും 20 കോടി രൂപയിലേറെ അവർക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഗൾഫിൽ ഉൾപ്പെടെ പിരിച്ചല്ലോ, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ KPCC ആഹ്വാനം ചെയ്ത ഫണ്ട് എത്ര കോടി വേണം? ഇന്ന് പത്രത്തിൽ ചാനലിൽ കാണുന്നത് ആകെ 10 കോടി രൂപയെ പിരിച്ചുള്ളൂ എന്നാണ്. ഈ ഫണ്ടിന്റെ കണക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസിനോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയത്? ഫണ്ട് പിരിച്ചു, തുടർ നടപടിയില്ല, സ്ഥലം പോലും വാങ്ങിയില്ല. അവസാനം ഇത് സമ്മർദ്ദത്തിൽ വന്നപ്പോൾ തട്ടിക്കൂട്ടി എടി ഒരു സ്ഥലം വാങ്ങി വെച്ചു, എന്നിട്ട് കല്ലുവിട്ട് നാടകം കാണിച്ചു. കല്ലിന്റെ മേലെ വേറൊരു കല്ല് വരാൻ പോകുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. സുനാമി മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കിക്കോ കോൺഗ്രസിന്റെ ചരിത്രം. 1000 വീട് മുതൽ എന്തൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്? എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും യാഥാർത്ഥ്യമാക്കിയോ? ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇപ്പോ സ്ഥലമെടുത്തു ഇനി ബാക്കി കണ്ടെത്താൻ വേണ്ടിയിട്ട് വീടിന് വേണ്ടിയിട്ട് വേറെ ഫണ്ട് പിരിക്കും അത്രേ. എവിടെ കോൺഗ്രസിന് കിട്ടിയ ഫണ്ട്? അതിന്റെ സോഴ്സ്, ആ ഫണ്ട് എത്ര? എന്താ പറയാത്തെ? ആ ഫണ്ടിൽ എത്ര തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു? എന്താ പറയാത്തെ? അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് വയനാടിന്റെ പേരിൽ പിരിച്ച ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ചല്ലേ പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്? വയനാട്ടിൽ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ബി കുഞ്ഞികൃഷ്ണൻ ഞങ്ങളോട് ഫണ്ടിന്റെ കണക്ക് വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ അഴിമതിക്കാരുടെ പന്നിക്കോട്ടിൽ അകപ്പെട്ടിരിക്കുകയല്ലേ വി കുഞ്ഞികൃഷ്ണൻ അല്ലേ? എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ വേണ്ടി പുറപ്പെടുക. എന്നിട്ട് ഇപ്പോഴദ്ദേഹവും നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള ബൈറ്റ് ഞാൻ കണ്ടു. എന്താ പറഞ്ഞേ? CPM ഏരിയ കമ്മിറ്റി ഓഫീസ് വ്യാജ ID കാർഡ് ഉണ്ടാക്കുകയാണ്. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ സഖാവ് മഹാനായ AKGയുടെ പേരിൽ ഉണ്ടാക്കിയുള്ള ഓഫീസാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഹാളെന്ന് പറഞ്ഞാൽ സഖാവ് T കോയിനാട്ടന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹാളാണ്. ദൈനംദിന മീറ്റിംഗ് നടത്തുന്ന സ്ഥലമാണ്. ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കേട്ടിട്ടല്ലേ KC വേണുഗോപാൽ പറഞ്ഞത്? വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടുള്ള അനുഭവം ഞങ്ങൾക്കല്ല, KC വേണുഗോപാൽ തന്നെ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇപ്പോ ഈ ഐഡന്റിറ്റി കാർഡിന്റെ പിന്നിൽ ചേർത്തിട്ടുള്ള വ്യാജ എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടർ കൊമയിലാണ് അയാൾ അറിയപ്പെടുന്നത് തന്നെ. സ്വന്തം സംഘടനയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് സംഘടനാ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചുവെന്ന് അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ ഞങ്ങളല്ല, നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങൾക്കെതിരായി അമ്മാതിരി ആക്ഷേപം ഉന്നയിക്കണ്ട. വി കുഞ്ഞികൃഷ്ണനോട് പത്രക്കാർ ചോദിച്ചു, എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് എന്റെ കയ്യിലില്ല. എന്തെങ്കിലും വിളിച്ചു പറയാമെന്നാണോ വി കുഞ്ഞികൃഷ്ണൻ ധരിക്കുന്നത്? തെളിവുണ്ടോ ചോദിക്കുമ്പോൾ തെളിവില്ല. അപ്പൊ പാർട്ടിക്കകത്ത് നിന്നു എന്നുള്ളത് കൊണ്ട് എന്തോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി പാർട്ടിക്കെതിരായി എതിരാളികൾക്ക് വേട്ടയാടാൻ വേണ്ടി അവസരമൊരുക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. ഒരു കാര്യം പറയാണ്, ഇങ്ങനെ നുണപ്രചരണം നടത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വന്നാൽ അത് പാർട്ടി വെച്ചു പൊറുപ്പിക്കില്ല. ഞങ്ങള് ഏതെങ്കിലും വിധത്തില് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് തെളിവുണ്ട പറഞ്ഞോ. പക്ഷെ നുണ പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് അത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന കേന്ദ്രമാണ് എന്നൊരു തെളിവുമില്ലാതെ ആക്ഷേപം ഉന്നയിച്ച് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വരണ്ട. ഇക്കാര്യത്തിൽ
KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തളിപ്പറമ്പ് പറഞ്ഞ പോലെയാണ് പയ്യന്നൂരിൻ്റെയും മണ്ണ്. എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ള നാട്. കരിവള്ളൂരും കോറോത്തും അതുപോലെ തന്നെ മുനയംകുന്നും ഉൾപ്പെടെയുള്ള ഒരുപാട്, കേരളം ഉൾപ്പെടെയുള്ള ഒരുപാട് സമര പാരമ്പര്യമുള്ള മണ്ണാണ് പയ്യന്നൂരിൻ്റെ മണ്ണ്. ആ പയ്യന്നൂരിൻ്റെ മണ്ണ് ഇത്തരത്തിലുള്ള നുണപ്രചാരകരെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ ബോധ്യമുള്ള മണ്ണാണ് പയ്യന്നൂരിൻ്റെ മണ്ണ്. ആ രാഷ്ട്രീയ ബോധ്യം പയ്യന്നൂരിൻ്റെ മണ്ണ് ഉയർത്തിപ്പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കും LDFനും എതിരായിട്ട് ഉയർത്തപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ ശക്തമായി തന്നെ ആ വെല്ലുവിളികളെ ജില്ലയിലെ പാർട്ടിയും LDFും നേരിട്ടിട്ടുണ്ട്. ശക്തമായി തന്നെ ഇടതുപക്ഷത്തിന് ഇവിടെയെല്ലാം ഈ നുണപ്രചരണങ്ങളുടെ ഇടയിലെല്ലാം അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് കണ്ണൂർ മണ്ഡലമാണ്. കണ്ണൂർ മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന അപൂർവം ഗാന്ധിയന്മാരിൽ ഒരാൾ എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന കടന്നപ്പള്ളിയാണ്. അദ്ദേഹം ഒരു ദശാബ്ദക്കാലത്തോളം മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. ഏതാണ്ട് അതിലേറെക്കാലം MP ആയി പ്രവർത്തിച്ച ആളാണ്. അതിലേറെക്കാലം ജനപ്രതിനിധിയായി MLA ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് അഴിമതിയുടെ ഒരു ലാഞ്ചന നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ പൊതുമണ്ഡലത്തിൻ്റെ നന്മയല്ലേ കടന്നപ്പള്ളി? ആ കടന്നപ്പള്ളിയെ കണ്ണൂർ മണ്ഡലത്തിൻ്റെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവശേഷിക്കുന്ന അപൂർവം ഗാന്ധിയന്മാരിൽ ഒരാളാണ് കടന്നപ്പള്ളി. ഇത്രയും ഉയർന്ന പദവികൾ വഹിച്ചിട്ട് പോലും ഒരു അഹങ്കാരമോ ധാർഷ്ട്യമോ ഒന്നുമില്ലാതെ വളരെ വിനയാന്വിതനായി മണ്ഡലത്തിൽ മാത്രമല്ല ഈ കണ്ണൂർ ജില്ലയിലാകെയുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എത്തപ്പെടാത്ത വീട് തന്നെ അപൂർവമായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് അപൂർവം മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ നന്മയാണ് കടന്നപ്പള്ളി. അപ്പം നന്മയുടെ പ്രതീകമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്തോ നിങ്ങൾ നോക്കൂ, നിങ്ങൾ സ്വയം വിലയിരുത്തുക. ദശാബ്ദങ്ങളോളം അധികാരസ്ഥാനത്ത് ഇരുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും AKG പാർലമെന്റിൽ പോകുന്ന സമയത്ത് AKG യഥാർത്ഥത്തിൽ അന്ന് ആശങ്കപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുടെ ഇടയിൽ തന്നിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി അത് ചോർന്നുപോയി ഈ പാർലമെന്ററി സൗകര്യങ്ങളുടെയൊക്കെ ഭാഗമായി മാറിപ്പോകുമോ എന്നുള്ള ഭയമായിരുന്നു AKG രേഖപ്പെടുത്തിയത്. അപ്പൊ ഇത്രയധികം അധികാര സ്ഥാപനത്തിൽ ഇരുന്നിട്ടും ഇപ്പോഴും ഗാന്ധിയന്മാരിൽ ഏറ്റവും നല്ല ഗാന്ധിയനായി നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന കടന്നപ്പള്ളി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് 2.5 കൊല്ലം അധികാര സ്ഥാനത്തിൽ ഇരുന്നുള്ളൂ. അതിനിടയിൽ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എത്രയാണ് വിജിലൻസ് അന്വേഷണങ്ങളെന്ന് നിങ്ങൾക്കറിയൂ. ഇതാ 3 വിജിലൻസ് അന്വേഷണങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ. ഒന്ന് 6/10/25 ഉത്തരവാണ്. 6/10/25 എന്ന് പറഞ്ഞാൽ അധികകാലമായിട്ടില്ല. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പയ്യാമ്പലം ശാന്തിതീരം ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം. ആദ്യം ഒരു കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന രഹസ്യ അന്വേഷണം നടത്തും. അതിനകത്ത് വല്ല കഴമ്പുണ്ടെങ്കിലാണ് പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി അനുമതി നൽകുക. ഇതാ മൃതശരീരം ദഹിപ്പിക്കുന്ന വിറകിൽ അഴിമതി നടന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ഇദ്ദേഹം ചെയർമാനായിരിക്കുന്ന കാലത്ത് അത് സംബന്ധിച്ചാണ്
ഒരു അന്വേഷണം. രണ്ടാമത്തത്, കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോർപ്പറേഷൻ ഏച്ചൂരിലുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യം നിർമ്മിക്കാൻ കരാർ നൽകിയതിൽ അഴിമതി നടന്നതായിട്ടുള്ള വിവരം, അത് മിന്നൽ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് മിന്നൽ പരിശോധന നടത്തി പ്രാഥമിക കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ നടത്തി അതിന്റെ തെളിവ് ശേഖരിച്ചു. തെളിവുണ്ടെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ 28/8/25 അന്വേഷണ ഉത്തരവാണ്. മൂന്നാമത്തത്, കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയുടെ ഭാഗമായി മലിനജലവും ശുചീകരിക്കുന്നതിന് താളിക്കാവിലെ മഞ്ചപ്പാലത്ത് സ്ഥാപിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണത്തിലുണ്ടായ ഭരണപരവും സാങ്കേതികവുമായ ഗുരുതര വീഴ്ചകളും ഈ പദ്ധതിയുടെ നടത്തിപ്പിലുണ്ടായുള്ള ക്രമക്കേടുകളും വിജിലൻസ് അന്വേഷണം സംബന്ധിച്ചു അതിന്റെ ഉത്തരവായി. ഇത് 24/12/25 ഉത്തരവാണ്. 24/12/25 ഉത്തരവ്. ഇതിന് പുറമെ കോർപ്പറേഷനിൽ നിങ്ങൾ അങ്ങനെയൊന്നും വാർത്ത കൊടുത്തിട്ടില്ല, ഒരു റെയ്ഡ് നടന്നു. ആ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മരക്കാട് കണ്ടി അവിടെ കോടികളുടെ അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിജിലൻസ് റെയ്ഡ് നടത്തി കുറെ വിവരങ്ങൾ കണ്ടെടുത്തു. അതിൻ്റെയും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുക. അതിന്റെ വിലയും പരാതിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, UDFന്റെ സ്ഥാനാർത്ഥി ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള 5 പദ്ധതികളുടെ മേലെയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. ഈ കണ്ണൂർ കോർപ്പറേഷനിൽ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ആർക്കൊക്കെ നേരെയാണ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഒരു ഭാഗത്ത് തെളിമയാർന്ന ജീവിതം, സംശുദ്ധമായ ജീവിതം, എത്രയോ കാലം അധികാര സ്ഥാപനത്തിൽ നിന്നിട്ട് പോലും ഗാന്ധിയന്മാരിൽ ഏറ്റവും നല്ല ഗാന്ധിയനായി ജീവിക്കുന്ന ഒരു നേതാവ്. മറുഭാഗത്ത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് കണ്ണൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇനിയുള്ളത് പേരാവൂർ മണ്ഡലമാണ്. പേരാവൂരിൽ ഞാനവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെയുള്ള UDFന്റെ സ്ഥാനാർത്ഥി ചില പാലത്തിൻ്റെ ഒക്കെ കഥ വെച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ആ പാലം ഏതാണെന്നറിയൂ? തലശ്ശേരി വളവുപാറ റോഡ് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. KSTPന്റെ പദ്ധതിയാണ്. ശൈല ടീച്ചർ MLA ആയ സമയത്ത് തുടക്കം കുറിച്ച പദ്ധതിയാണ്. ആ പദ്ധതി തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് വളവുപാറ വരെയാണ്. 3 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. കടന്നു പോകുന്ന വഴിയിൽ സ്വാഭാവികമായിട്ട് പാലം ഉണ്ടാവും. അത് ഒരു മണ്ഡലത്തില്ല, പല മണ്ഡലങ്ങളിലും പാലമുണ്ട്. ആ പാലത്തെ മാത്രം എടുത്തിട്ട് ആ പാലം ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ് പേരാവൂർ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി. പേരാവൂർ മണ്ഡലത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വികസനം നടന്നിട്ടുണ്ട്. വലിയ വികസനം, ആശുപത്രി കെട്ടിടം എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. തീരദേശ ഹൈവേ അത് പല മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. മലയോര ഹൈവേ പല മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. PWD റോഡുകൾ എല്ലായിടത്തും മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ പൊതുവിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വികസനമാണ്. എന്നാൽ ആ പൊതുവിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം പേരാവൂർ മണ്ഡലത്തിൽ ഇത്രയും വലിയ നേതാവ് 15 വർഷക്കാലം, അതിൽ 5 വർഷം UDF കേരളം ഭരിക്കുന്ന ഘട്ടമാണ്, 15 വർഷക്കാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എന്തെങ്കിലും ഒരു വികസനം അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞോ? ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചിലരോട് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാലം ഉണ്ടല്ലോ, 3 മണ്ഡലങ്ങളിലൂടെ കടന്നു വരുന്ന 4 മണ്ഡലങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു പാലം, റോഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാലം വെച്ചുകൊണ്ട് ഇത് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വീഡിയോ ചെയ്തതിനെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ട്. ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണിയാണല്ലോ. ഈ പ്രതിപക്ഷ നേതാവിനൊരു പേര് വന്നിട്ടുണ്ട്, അതുപോലെ ഒരു വേണ്ടാത്ത പേര് വാങ്ങി കൂട്ടരുത് എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പാടുണ്ടോ? തനതായി എന്ത് വികസന പ്രവർത്തനമാണ് ആ പേരാവൂർ മണ്ഡലത്തിൽ നടന്നത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കിഫ്ബി മുഖാന്തരം
ഏതാണ്ട് 1,00,000 കോടിയിലേറെ പദ്ധതികൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല ശതമാനം പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബിയുടെ സൗകര്യം കേരളത്തിലെ മിക്കവാറും എല്ലാ MLA മാരും ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ കിഫ്ബിന്റെ സൗകര്യത്തിന്റെ പ്രത്യേകത? പൊതുവായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ എല്ലായിടെയും ഒരുപോലെ വരും. അതിനു പുറമെ ചില പ്രത്യേക പ്രോജക്റ്റുകൾ നിങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് MLA മാരാണ് കൊടുക്കുക. അങ്ങനെ പ്രോജക്റ്റുകൾ കൊടുക്കുമ്പോൾ ആ പ്രോജക്റ്റുകളിൽ ചിലതിന് അംഗീകാരം കിട്ടും. അങ്ങനെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നത്, 4 വർഷക്കാലം ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ഈ പേരാവൂരിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിലവിലുള്ള MLA ഒരു പ്രോജക്റ്റ് നമുക്ക് തൊട്ടടുത്ത മണ്ഡലം മാത്രം ഞാൻ പറയാം. തനതായ പദ്ധതി എന്നുള്ള നിലയിൽ 10-30ഓളം പ്രോജക്റ്റ് നടപ്പിലാക്കിയ മണ്ഡലമാണ് മട്ടന്നൂർ മണ്ഡലം. അതിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം വന്ന മണ്ഡലം മട്ടന്നൂർ മണ്ഡലമാണ്. രാജ്യത്ത് തന്നെ ഒരുപക്ഷെ രണ്ടാമത്തത് ഡൽഹിയിലുള്ള മൊറാർജി ദേശായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സ്റ്റഡീസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ടാമത്തത് എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന അന്താരാഷ്ട്ര യോഗ സെന്റർ, അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി, അതിനുള്ള ഫണ്ട് അലോക്കേഷനായി വർക്ക് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അതാണ് അന്താരാഷ്ട്ര യോഗ സെന്റർ. ഇത് വന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ. അതുപോലെ മട്ടന്നൂർ മണ്ഡലത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, വളരെ ശ്രദ്ധേയമായൊരു സ്പോർട്സ് കോംപ്ലക്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴശ്ശി പടിയൂർ ഇക്കോ ടൂറിസം പാർക്ക് മട്ടന്നൂർ മണ്ഡലത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴശ്ശി മ്യൂസിയം നിലവിൽ വന്നു. കൾച്ചറൽ സെന്റർ നിലവിൽ വന്നു. ഇങ്ങനെ എത്രമാത്രം പദ്ധതികളാണ്. ഞാൻ പറയുന്ന റോഡ് ഉണ്ടാക്കലും, സ്കൂൾ കെട്ടിടം ഉണ്ടാക്കലും, പാലം ഉണ്ടാക്കലും, ആശുപത്രി കെട്ടിടം ഉണ്ടാക്കലും, താലൂക്ക് ആശുപത്രി കെട്ടിടം ഉണ്ടാക്കലും, അത് സംസ്ഥാന സർക്കാരിന്റെ പൊതുവായിട്ടുള്ള പ്രോജക്റ്റ് എല്ലാവരും ഒരുപോലെ വന്നതാണ്. എന്നാൽ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ MLA മുൻകൈയെടുത്ത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി, ഇന്ന പ്രോജക്റ്റ്, എന്തൊക്കെ സാധ്യതകളാണ് അവിടെ. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന എത്രയോ കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള നാടല്ലേ പേരാവൂർ. ജിമ്മി ജോർജ് മുതൽ ഇങ്ങോട്ടേക്ക് 3 വനിതാ വോളിബോൾ ടീമിന്റെ, ഇന്റർനാഷണൽ ടീമിന്റെ ക്യാപ്റ്റന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള, നാഷണൽ ടീമിന്റെ ക്യാപ്റ്റന്മാരെ സംഭാവന ചെയ്ത നാടല്ലേ പേരാവൂർ. ടിൻഡു, ലൂക്ക ഉൾപ്പെടെയുള്ള എത്ര കായിക താരങ്ങളെ സംഭാവന ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്പോർട്സ് കോംപ്ലക്സിനെ കുറിച്ചെങ്കിലും ആലോചിച്ചൂടെ? ആലോചിക്കാമായിരുന്നില്ലേ? ഇപ്പൊ അവിടെ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം, ദക്ഷിണകാശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യമാകെ പ്രശസ്തമാവുകയാണ്. എന്താ ഒരു പിൽഗ്രിം സർക്യൂട്ടിനെ കുറിച്ച് ആലോചിച്ചൂടെ? ഒരു പ്രോജക്റ്റ്. എന്തൊക്കെ സാധ്യതകളുണ്ട് പേരാവൂർ. മലകളും പുഴകളും ഒക്കെ ചേരുന്ന ഒരു പ്രദേശത്ത് എത്ര മനോഹരമായ ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഇത് മുൻ UDF-ന്റെ കാലത്ത് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ആ സമയത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റുകൾ കൊടുത്താൽ അപ്രൂവൽ ആവില്ല. പക്ഷെ ഇപ്പോഴെന്താ, കഴിഞ്ഞ 10 വർഷക്കാലം 1,00,000 കോടിയുടെ കിഫ്ബി പദ്ധതികളുടെ സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റെങ്കിലും UDF-നെ പ്രതിനിധീകരിക്കുന്ന MLA സർക്കാരിന് സമർപ്പിച്ചിരുന്നോ? ഈ ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ശൈല ടീച്ചർ മട്ടന്നൂർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനവും നേരത്തെ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ പേരാവൂർ മണ്ഡലത്തിൽ തന്നെ നടത്തിയ പ്രവർത്തനവും തമ്മിലുള്ള താരതമ്യം അവിടെ നടക്കുന്നുണ്ട്. ആ താരതമ്യം തീർച്ചയായും പേരാവൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്, തെരഞ്ഞെടുപ്പ് 9-ാം തീയതി പൂർത്തിയാവുന്നതോടുകൂടി കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഉജ്ജ്വലമായ മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തെ മറികടക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ലയിൽ ജയിക്കാൻ വേണ്ടി കഴിയുമെന്നാണ്. അതുകൊണ്ട് ഈ ജയത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നുണപ്രചരണം നടത്തുക എന്നുള്ളതാണ് എതിരാളികൾ ലക്ഷ്യം വെക്കുന്നത്. ആ നുണപ്രചരണങ്ങൾ ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കുന്നതായിരിക്കും ഉചിതം.
ഞങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്തുകൊണ്ടാണ് ശൈല ടീച്ചറെ അവിടെ മത്സരിപ്പിച്ചത്. വലിയ നേതാവിന്റെ പ്രശ്നമല്ല. പേരാവൂർ മണ്ഡലം നിങ്ങൾ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് കൂടുതലുള്ള വാർത്തയുണ്ട്. ഇപ്പൊ ആളുകൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. പേരാവൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ഏറ്റവും ഉചിതമായ ഒരാളെയാണ് പേരാവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ എടുത്ത തീരുമാനം കൃത്യമായിരുന്നു, ശരിയായിരുന്നു എന്ന് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 5-ാം തീയതി വോട്ടെണ്ണി ഫലം പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറയാം. കണക്കുകളാണ് ഈ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്നത്, രേഖകൾ. പിന്നെ പണം ട്രാൻസ്ഫർ ചെയ്തത് 40 ലക്ഷം രൂപ, അങ്ങനെ പലിശ എടുത്തു എന്നുള്ളത്, വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത്, അതിലൊക്കെ അപ്പാടെ വ്യാജ പ്രചരണം, കള്ളപ്രചരണം പേരുന്നുണയാണ്, കള്ളമാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അയാൾ ഈ ഫേസ്ബുക്ക് വഴി കൊടുത്തു എന്ന് പറയുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ട് അത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് നിങ്ങളിനെയും കൊടുക്കൂല, ഞങ്ങൾ പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക. ഏത് അക്കൗണ്ട് അത്? ആ അക്കൗണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ. അതെന്താ അതിനെ കുറിച്ചല്ലേ നിങ്ങൾ ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തത്, നിങ്ങൾ ഏഷ്യാനെറ്റിലേ കൊടുത്തത്. നിങ്ങൾ അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ മതി. ആ പുസ്തകത്തിലെല്ലാം ഉണ്ട്. ആ പുസ്തകത്തിൽ പറയാത്ത കുറെ കാര്യമായിട്ട് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കൊന്നും കുഞ്ഞികൃഷ്ണനോട് ഇനി പറയേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിന്റെ ഭാഗമല്ല. കുഞ്ഞികൃഷ്ണൻ കണക്ക് നേരെ KPCCയുടെ പ്രസിഡന്റിനോട് ചോദിക്കുക. വയനാട് ഫണ്ടില് പിരിച്ച പണം എവിടെയെന്ന് അവിടെ പോയി ചോദിക്കുക. ആ ഫണ്ടിന്റെ പങ്ക് പറ്റിയിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ, ആ പങ്ക് പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കുഞ്ഞികൃഷ്ണൻ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. കുഞ്ഞികൃഷ്ണൻ അതിനുള്ള അർഹതയില്ല. മനസ്സിലായില്ലേ? പയ്യന്നൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം വർഗവഞ്ചകരെയും ചതിയന്മാരെയും പൊറുപ്പിക്കുന്ന മണ്ണല്ല പയ്യന്നൂരിന്റെ മണ്ണ്. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണല്ലോ പറയുന്നത്. അതിന്റെ കാരണം എന്താ? അതായത് ആദ്യം പാർട്ടിക്കെതിരായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നേരത്തെ നിങ്ങളോട് സംസാരിച്ചാണ്, ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിനോട് നേരത്തെ ഉണ്ടായിട്ടുള്ള പക, ആ പക മൂത്തപ്പോ ആ പക പാർട്ടി അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. കാരണം പാർട്ടിക്ക് വസ്തുത നോക്കാൻ പറ്റും. കണക്കുമായി പുറപ്പെട്ടപ്പോൾ പാർട്ടി പരിശോധിച്ച സമയത്ത് കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കും വസ്തുതയും തമ്മിൽ പൊരുത്തമില്ല എന്ന് കണ്ടപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ വാദം ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് കണ്ടപ്പോൾ അവസാനം അയാൾ പാർട്ടി പ്രവർത്തകനായിട്ട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ വന്നു വർക്ക് ചെയ്തു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആ പക ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുവിനെ എങ്ങനെ ശരിപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് വന്ന് രംഗത്തെത്തിയത്. എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട്, പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ രംഗത്തെത്തിയത്. ഇങ്ങനെ നുണപ്രചരണം നടത്തി കഴിഞ്ഞാൽ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, പാർട്ടി ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ സാധിക്കുന്നില്ല. അവസാനം നേരെ പോയിട്ട് UDF അഭയം പ്രാപിച്ചു. സുധാകരന്റെയും രാഹുൽ ഗാന്ധിയുടെയും കാല് പിടിച്ചു. UDF പ്രചാരകനായി മാറി. ഇപ്പൊ UDF നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, എവിടെയാ ഇപ്പൊ കിടക്കുന്നത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാ. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ആ വൈകാരികതന്റെ പേര് പറഞ്ഞിട്ടാ പണം പിരിച്ചത്. ആ പണത്തിന്റെ കണക്ക് എത്ര തവണ ആവശ്യപ്പെട്ട് കൊടുത്തോ? അത് സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ വിശ്വസിക്കേണ്ടത് സത്യമാണെന്ന് അല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളത് വിശ്വസിച്ചോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടന, പാർട്ടിയല്ല, യുവജന സംഘടന, ആക്രി വിറ്റും ആക്രി പെറുക്കിയും ബിരിയാണി ചാലഞ്ച് നടത്തിയിട്ടും 20 കോടി റുപ്യ വരെ അവർക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എങ്കിൽ KPCCക്ക് എത്ര ഫണ്ട് പിരിക്കാൻ കഴിയുന്ന നിങ്ങൾ ധരിക്കുന്നത്? CPM ഫണ്ട് പിരിപ്പിന് ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ. CPM ഫണ്ട് പിരിച്ചില്ല. നിങ്ങൾക്ക് അറിയാത്ത CPM അത് ദേശീയ പലരും
പാർട്ടിക്ക് അല്ലല്ല CPM ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ വല്ലാതെ ബേജാറാവല്ല. പറയുന്നത് കേൾക്കൂ. കേരളത്തിൽ ഞങ്ങൾ ചെയ്തത്, ഞാനും പാർട്ടിന്റെ ഭാഗമല്ലേ, ഞങ്ങൾ ചെയ്തത് വീടുകളിൽ പോയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണം എന്നാണ് പറഞ്ഞത്. ഞാനും ചെയ്തത് എന്താണെന്നറിയോ? പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. ഞാൻ എന്റെ ഫണ്ട്, എന്റെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുകയാണ് ചെയ്തത്. കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും കേന്ദ്ര കമ്മിറ്റിക്ക് ഫണ്ട് വന്നിട്ടുണ്ടാവും. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ എല്ലാവരുടെയും പറഞ്ഞത്. എല്ലാ വീട്ടിലും ഡിവൈഎഫ്ഐയും ഫണ്ട് ശേഖരിക്കല്ലേ ചെയ്ത്. അവര് ചെയ്തത് എന്താ? ആക്രി പെറുക്കി. കാരണം പൊതുവിൽ ഞങ്ങളെടുത്ത തീരുമാനമാണ് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണം. അതായത് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ആക്രി പെറുക്കിയിട്ടും ബിരിയാണി ചാലഞ്ച് നടത്തിയിട്ടും 20 കോടി രൂപ കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഉണ്ടക്കൈ അവിടെ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കിയ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ കൂടി ഫണ്ട് കൊണ്ടാണെന്ന്. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ്, 4 ദിവസം ആകുമ്പോഴത്തേക്ക് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകിയിരുന്നു. ചിലർ, വളരെ കുറച്ച് ആളുകൾ. 4 ദിവസം 4-5 ദിവസം കഴിയുമ്പോഴേക്ക് KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ചെന്നിത്തല അങ്ങനെ ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കയ്യില്ലേ വീഡിയോ? കൊടുക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കേണ്ട, കാരണം KPCC ഫണ്ട് ശേഖരിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ ഫണ്ട്, അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ്സുകാർ നൽകിയ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല. അവർ ഫണ്ട് നൽകിയിട്ടില്ല ഞാൻ പറയുന്നില്ല. അവര് ഫണ്ട് നൽകിയിട്ടുള്ളത് KPCCക്കാണ്. അപ്പൊ KPCCക്ക് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. അങ്ങനെ കോൺഗ്രസ്സുകാർ മുഴുവൻ ഫണ്ട് നൽകിയാല്, കോൺഗ്രസിന് പിരിക്കാൻ വേണ്ടി കഴിയുന്ന സ്രോതസ് എന്നൊക്കെ ഫണ്ട് പിരിച്ചാല്, ആക്രി പെറുക്കിയ ഡിവൈഎഫ്ഐക്ക് 20 കോടി റുപ്യ പിരിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ KPCCക്ക് 10 കോടിയെ പിരിക്കാൻ പറ്റൂ. KPCCക്ക് കിട്ടിയ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഫണ്ട് കിട്ടിയെന്ന് ജനങ്ങളോട് പറയട്ടെ. അപ്പൊ അങ്ങനെ ആ ഫണ്ടിന്റെ പങ്ക് പറ്റുന്ന വി കുഞ്ഞികൃഷ്ണൻ ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വേണ്ടി വരണ്ട, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ന്യായീകരിക്കാം. നിങ്ങൾക്കത് ന്യായീകരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും. KPCC പ്രസിഡന്റ് പറഞ്ഞ കണക്കിലും വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ 3.2 കോടി എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞ 6.2 കോടി എന്ന് പറയുന്നത്. അത് ഇനിയും മാറും. ഇനിയും കുറച്ചുകൂടി തെളിവ് രംഗത്ത് വരുമ്പോൾ ഇനിയും മാറും. യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ പോയി? യൂത്ത് കോൺഗ്രസ് ആപ്പിലൂടെ പിരിച്ചല്ലോ. അത് രാഹുൽ മാക്കൂട്ടത്തിലും കൂട്ടരും എന്തിനു വേണ്ടിയാ ചെലവഴിച്ച? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തിനു വേണ്ടിയായിരിക്കും. അങ്ങനെയുള്ള ഒരു പന്നിക്കൂട്ടില കിടക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ, ആ കുഞ്ഞികൃഷ്ണ ഞങ്ങളോട് കണക്ക് വയ്ക്കുന്നേ. മനസ്സിലായില്ലേ? KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി, ഞങ്ങളോട് ചോദിക്കണ്ട. അങ്ങനെ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എനിക്കറിയില്ല, എന്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടില്ല. അല്ല, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ നോക്കിയോ, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പം കോൺഗ്രസിന്റെ കുറെ ബോർഡുണ്ട്. അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല, എന്റെ ശ്രദ്ധയിൽ അതില്ല. അങ്ങനെ ഒരു സ്ഥലത്തും സംഭവിക്കാൻ. ഇപ്പൊ നിങ്ങൾ പറയുന്നില്ല മലപ്പട്ടം വലിയ പ്രശ്നമാണ് എന്നൊക്കെ, അവിടെയൊക്കെ എത്ര ബോർഡുണ്ട് നിങ്ങൾ പോയി നോക്കൂ. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടത് സംഭവിച്ചിട്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കാൻ നോക്കണ്ട. നിങ്ങൾ CPMന്റെ എന്റെ കൂടെ നിങ്ങൾ വന്നോ? CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ UDFന് ഒരു സ്ഥാനാർത്ഥിയെ പോലും നൽകാൻ വേണ്ടി കഴിയാത്ത ശക്തി കേന്ദ്രങ്ങളിൽ നിങ്ങൾ ബോർഡ് കണ്ടില്ലേ? ബോർഡ് നോക്കിയിട്ടൊന്നും ആരും വോട്ട് ചെയ്യില്ലെന്ന്. അതെല്ലാം പഴയ കഥയാണ്. ഇതൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഞങ്ങളെ പ്രവർത്തിക്കാൻ വിടുന്നില്ല, ബോർഡ് വെക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചിട്ട് ഒരു ഇരവാദം എന്ന് പറയുന്ന പഴയ കഥ, അതെല്ലാം ആളുകൾക്ക് ഇപ്പം മനസ്സിലായി. ഇപ്പം ഇരവാദമൊന്നും നിലനിൽക്കില്ല. അതിനൊന്നും ഇപ്പം മാർക്കറ്റില്ല. ബോർഡ് നോക്കിയിട്ട് ആരും വോട്ട് ചെയ്യുക, അതിലും വലിയ കാര്യമില്ല. അല്ല, അത് ഇപ്പൊ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പലയിടങ്ങളിലും, ഇപ്പൊ കോൺഗ്രസിനകത്ത് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് സ്വന്തം ആളെ നോക്കിയിട്ടൊക്കെയാണ് നിശ്ചയിച്ചതെന്ന് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. അതിന്റെ പിന്നിൽ വേറെന്തോ ലക്ഷ്യമുണ്ടെന്നും പറയുന്നുണ്ട്. ഞാൻ പറയുന്നല്ല, കോൺഗ്രസ്സുകാർ പരസ്പരം പറയുന്നതാണ്. ഞാനിപ്പം പറയുന്നില്ല.
പല രീതിയിൽ നടക്കുമല്ലോ. അതെ, ഇപ്പൊ KC വേണുഗോപാലാണല്ലോ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പിന്നെ ഇവിടെ വ്യാജം അല്ലേ, പയ്യന്നൂരിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിയമ നടപടികളുമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകും. ആരാ അദ്ദേഹം? ആരാ KC വേണുഗോപാൽ? അതായത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം വിറ്റ് കാശാക്കുന്ന ഒരാള് എന്ന് പറഞ്ഞത് ഞാനല്ല, CPM-കാരല്ല, കോൺഗ്രസ്സുകാരാ പറഞ്ഞത്. അദ്ദേഹത്തിനെതിരായി പരാതി. ആ പരാതി മാത്രമല്ല, വേറെയും ചില കാര്യങ്ങളുണ്ട് എന്നാണ് അണിയറയിൽ കേൾക്കുന്നത് കേട്ടാ. ആ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ സാധാരണ നിങ്ങൾക്ക് ഞെട്ടൽ വരൂല. കാരണം വേറെ പഴയ കുറെ കഥകളുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ച് നോക്കും. കോൺഗ്രസ്സുകാരെ അടക്കം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നിട്ട് അയാളാണ് വന്നിട്ട് ഇവിടെ വ്യാജ ID കാർഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എതിരായിട്ട് പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾക്കൊക്കെ അത് ഊഹിക്കാൻ പറ്റും. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കോൺഗ്രസ്സുകാർ പറയുന്ന കേട്ടോ, നമുക്കെല്ലാം കുറെ ബന്ധമുണ്ടല്ലോ. അതില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തീരുമാനിച്ചത്, LDF തീരുമാനിച്ചത് എല്ലാ വീട്ടിലും പോകും, ഞങ്ങൾ എല്ലാവരോടും കൂട്ടി. അത് ആർക്കെങ്കിലും എന്താ ബ്രാൻഡ് ഉണ്ടോയെന്ന് ഞങ്ങൾ നോക്കില്ല. BJP അനുഭാവികളുടെ വീട്ടിൽ ഞങ്ങൾ പോവും, SDP അനുഭാവികളുടെ വീട്ടിലും പോവും, കോൺഗ്രസ് അനുഭാവികളുടെ വീട്ടിലും പോവും, ലീഗ് അനുഭാവികളുടെ വീട്ടിലും പോവും, എല്ലാവരുടെയും വീട്ടിൽ പോവും. ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് കേരളം കഴിഞ്ഞ 10 വർഷം വികസിത കേരളമാക്കി സമാനതകളില്ലാത്ത വികസനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും കാണാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ നിങ്ങൾ തൊട്ടടുത്ത് കർണാടക നോക്കിക്കോ, ഏതാണ്ട് 70-ലേറെ കലാപങ്ങൾ ഉണ്ടായില്ലേ കർണാടകയിൽ, അല്ലേ? 74 കലാപങ്ങളുടെ കണക്ക്. അപ്പം 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ അസ്വാസ്ഥ്യം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ കാത്തുരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാവരോടും പറയും, എല്ലാ വീട്ടിലും ഞങ്ങൾ പറയും. അതില് ഈ ആര് ഏത് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നുള്ളത് ഓരോ പാർട്ടിക്കാരോട് ചോദിക്കണ്ട, എന്നോട് ചോദിക്കണ്ടല്ല. അതില് ഞങ്ങള് എല്ലാ വീട്ടിലും പോയി അവര് എന്ത് നിലപാടെടുക്കുന്നു ഞങ്ങൾ നോക്കുന്നില്ല. കോൺഗ്രസിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയിട്ട്, പറ്റുമെങ്കിൽ KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യും. ഏത് വാദമായാലും അല്ല, ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണല്ലോ പറയുന്നത്. ഒരു വർഗീയ പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കൂട്ടുകെട്ടുമില്ല. അതിലെന്താ നിങ്ങൾക്ക് സംശയം? ഞാനതാ പറഞ്ഞത്, വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുമായി പാർട്ടിക്കോ LDF-നോ യാതൊരു ഐക്യമുന്നണിയുമില്ല, കൂട്ടുകെട്ടില്ല. എന്നാൽ അതേസമയം ഏത് പാർട്ടിയിലാവട്ടെ, ഏത് നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാവട്ടെ, അവരോടൊക്കെ ഞങ്ങൾ പോയിട്ട് വോട്ട് അഭ്യർത്ഥിക്കും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, അതില് നിങ്ങളുടെ ചോദ്യത്തിന് yes or no എന്റെ കയ്യിലില്ല. നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഇന്നലെ അമ്മയെ തച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ ഉത്തരം പറയാ? ഞാൻ പറയുന്നത് ഞാനെന്താ ഉത്തരം പറയാ? ഇല്ല എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് തച്ചു എന്നാ അതിന്റെ അർത്ഥം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ തച്ചു എന്ന അർത്ഥം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് yes or no ഞാൻ പറയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ വ്യക്തമായിട്ടൊരു ഉത്തരം ഒറ്റ ഒന്നാണ്. ഞങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ട് നാളിതുവരെ ഒരു വിധത്തിലും സമരസപ്പെട്ടിട്ടില്ല, സന്ധി ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് ഞങ്ങൾ ഇനിയും തുടരും. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എല്ലാവരുമായിട്ട് ഞങ്ങൾ വോട്ട് ചോദിക്കും. അല്ല, അത് ഓരോ സംഘടനയെ സംബന്ധിച്ചുള്ള നിലപാട് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതില് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇടതുപക്ഷത്തിന് ഏതെങ്കിലും വിധത്തിൽ വോട്ട് കിട്ടാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ അതിനെ തടയണം. അതുകൊണ്ട് ആ ചോദ്യത്തിന് എൻ്റെ അടുത്ത് ഉത്തരമില്ല. എൻ്റെ ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ്. മതനിരപേക്ഷ കേരളത്തെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. മനസ്സിലായില്ലേ? ഒരു ദുരവസ്ഥയല്ല. മതനിരപേക്ഷ വർഗീയമായിട്ടുള്ള മുഖമുണ്ട് എന്ന് പല ഘട്ടങ്ങളും പറഞ്ഞ പാർട്ടി ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ വർഗീയ ചാപ്പ് നൽകാൻ പറ്റാത്തത് ഒരു ദുരവസ്ഥ തന്നെയല്ലേ? അല്ല, അതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ഏതെങ്കിലും ഒരു കക്ഷിയുടെ വർഗീയ ചാപ്പ അളക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ ഈ വർഗീയ മാപിനി എടുത്തിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താ? രണ്ട് പ്രശ്നമാണ്. ഒന്ന് കേരളത്തിന്റെ വികസനം, മറ്റൊന്ന് മതനിരപേക്ഷത. ഈ വികസനത്തോട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, മതനിരപേക്ഷതയോടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇന്നലെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഇന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല, നാളെയും കോംപ്രമൈസ് ചെയ്യില്ല. കേരളത്തെ മതനിരപേക്ഷ സംസ്ഥാനമായി നിലനിർത്താൻ വേണ്ടി എല്ലാ കാലവും നിലപാട് സ്വീകരിക്കും. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ മതനിരപേക്ഷതയ്ക്കെതിരായി നിൽക്കുന്ന ശക്തികൾ ഏതെല്ലാമാണോ ആ ശക്തികൾ എല്ലാറ്റിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നാളെയും സ്വീകരിക്കും. അതിലപ്പുറം നിങ്ങൾക്ക് പറയുന്നത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. അല്ല, അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അങ്ങനെ UDFന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ചിലർക്ക് വോട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടല്ലേ? ഇപ്പൊ UDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. രാഷ്ട്രീയമായിട്ട് ഐക്യം ഉണ്ടാക്കിയിട്ട് മത്സരിക്കുകയാണ്. ഞങ്ങൾ ഒരു വർഗീയ കക്ഷികളുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടില്ല. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായി ഞങ്ങൾ പറയുന്നു. എന്നാൽ അതേ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ വികസനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട തെരഞ്ഞെടുപ്പാണ്. മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ആ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ മതനിരപേക്ഷതയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ഞങ്ങൾ സമീപിക്കും. ഇല്ലല്ലോ. നിങ്ങളുടെ വ്യാഖ്യാനല്ലേ? ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കക്ഷികൾ ഏതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അത് നിങ്ങളുടെ താല്പര്യമാണ്. എങ്ങനെ? അത് നിങ്ങളുടെ വിശ്വാസമല്ലേ? നിങ്ങളുടെ വിശ്വാസം ആര് കണക്കിലെടുക്കുന്നു? നിങ്ങളുടെ വിശ്വാസം ആരും കണക്കിലെടുക്കുന്നില്ലെന്ന് നിങ്ങൾ എഴുതുന്ന എന്നാ പിന്നെ അത് നിങ്ങളുടെ വിശ്വാസമാണ്. അത് നിങ്ങളുടെ വിശ്വാസം കൂടി ആരും കണക്കിലെടുക്കുന്നില്ല. LDFന്റെ നയത്തിൽ ഒരു വ്യത്യാസം ഇല്ലെന്ന് നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആരൊക്കെയുണ്ട് എന്ന് അറിയാലോ. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം എന്ന് പറയുന്നത് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കലാണ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ്. അതുപോലെ തന്നെ നാടിന്റെ വികസനത്തിന് തുടർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കലാണ്. ഇതിലെവിടെയാണ് ഞങ്ങൾ വെള്ളം ചേർത്തിട്ടുള്ളത്? ഒന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചിലർക്ക് വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ അളക്കാൻ വേണ്ടി വരണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ നയമുണ്ട്, നിലപാടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്ന സമയത്ത് എല്ലാവരെയും സമീപിക്കും ഇടതുപക്ഷം. അതിന്റെ ഭാഗമായി എല്ലാവരെയും സമീപിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ ഉൾപ്പെടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി കയറും. യെസ് ഏതാ ശരി? അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നോ? വേറെ കാര്യമൊന്നുമില്ല.